ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മുത്തശ്ശി അങ്ങനെ 16 മണിക്കൂർ ഇങ്ങോട്ട് ചവിട്ടി പിരുത്തം. നീ എന്ത് ഭ്രാന്താടി കാണിക്കുന്നത്? രാത് ആർക്കാണെന്ന് ഞാൻ കാണിച്ചു തന്നെ. എന്തോ നിങ്ങൾ പറഞ്ഞേ ഞാൻ ഈ കള്ളുകൂടിനും കൂടെ കല്യാണം കഴിച്ചു? അതെ, ഗോമതി തന്നെ. 16 മണിക്കൂർ കഴിഞ്ഞു കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? ഞാൻ ഇയാളെ കല്യാണം കഴിച്ചെന്നു? ഒരു പൂമാല കണ്ട ഉടനെ കല്യാണം കഴിച്ചു തീരുമാനിക്കാൻ നിങ്ങളുടെയൊക്കെ ഇടുങ്ങിയ മനസ്സായി പോയോ? കഷ്ടം, കഷ്ടം തന്നെ. നിങ്ങളെ ഓർത്തെനിക്ക് സഹതാപം തോന്നുന്നു. മതിയാക്കടി ഇതിന്റെ നാടകം. എന്നിട്ട് കാര്യം പറ. ഞാൻ പറയാം. ഞങ്ങളെ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കെട്ടിപ്പിടിച്ച് കിടന്നതോ? ആവശ്യമില്ലാത്ത ആരോപണം ഉന്നയിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരുമിച്ച് കിടന്നെന്ന് പോലും എനിക്കറിയില്ല. അതെ, എനിക്കും അറിയില്ല. പക്ഷേ ഞങ്ങൾ അറിഞ്ഞല്ലോ. പെണ്ണുപിള്ള കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നിൽക്കല്ലേ? ഞാൻ കണ്ടത് പറഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾ എന്ത് കണ്ടെന്നാ? ഞങ്ങൾ ഈ പൂമാല ഇട്ടതും 16 മണിക്കൂർ വാ തുറന്ന് സത്യം പറയാതിരുന്നതും എല്ലാം ഈ കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി തന്നെയാ. എന്തോന്ന്? അതേ ഉടപ്പറന്നോളെ, ബാല്യക്കാരിയാണെങ്കിലും ഇവൾ ചെമ്പകശ്ശേരിയിലെ മോഹവല്ലിയല്ലേ? എന്റെ പരശുരാമ ഒന്ന് തെളിച്ചു പറ. ഇനി ഇപ്പൊ തെളിയിക്കാനും ഒളിക്കാനും ഒന്നുമില്ല. സത്യങ്ങൾ എല്ലാരും അറിയണം. ചെമ്പകശ്ശേരി തറവാടിന്റെ സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി എനിക്കൊരു വഴിപാടുണ്ടായിരുന്നു. അങ്ങ് മുണ്ടക്കയത്ത് വള്ളിയങ്കാവ് ഭഗവതിയുടെ നടയിൽ. അവിടുത്തെ ആചാരങ്ങളാ നിങ്ങൾ ഇതുവരെ കണ്ടത്. ചെമ്പകശ്ശേരിയുടെ ദോഷം തീരെ. ഈ വീട്ടിലെ 2 അംഗങ്ങൾ അവിടെ എത്തി പൂമാലയിട്ട് വഴിപാടുകൾ യഥാവിധം ചെയ്ത് തറവാട്ടിൽ വലതുകാല് വെച്ച് കയറും. നടന്ന സംഭവങ്ങൾ ഒരു കാരണവശാലും 16 മണിക്കൂർ കഴിയാതെ ആരോടും പറയാൻ പാടില്ല. ഈ വഴിപാടിനെ കുറിച്ച് ഈ പാവം പരശുമാമനോട് പറഞ്ഞപ്പോ എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ, മരിക്കാൻ പോലും ഞാൻ ഒരുക്കമാണ് എന്നാണ് ഈ പാവം മനുഷ്യൻ പറഞ്ഞത്. അറിയോ? അതെ, അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വയം ബലിയാടുകളായ 2 പാവങ്ങളാണ് ഞങ്ങൾ. ഞങ്ങളെ നിങ്ങൾ എന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞു, ഭയാനകമായിട്ട് മർദ്ദിച്ചു. എന്നിട്ട് ഞങ്ങൾ വാ തുറന്നില്ല. തലയുടെ കാര്യം പറഞ്ഞേ. തലയോ? അതെ, തല. ഞങ്ങൾ പൂമാല ഇട്ട ശേഷം ചെമ്പകശ്ശേരി തറവാടിന് എന്നേക്കും ഐശ്വര്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ച് തല ബലിക്കല്ലിലിടിച്ച് സ്വയം സമർപ്പിച്ചു നൊന്ത് വിളിച്ചു. അതെ, പറയൂ, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? പറയൂ. സ്വന്തം ജീവ പോലും പണയം വെച്ച് ഈ തറവാടിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി സ്വയം സമർപ്പിച്ചതോ? ഇത്രയും അപമാനം സഹിച്ചിട്ടും ഒരു വാക്ക് പോലും പറയാതെ 10-16 മണിക്കൂർ കടിച്ചു പിടിച്ചു നിന്നതോ? പറയൂ, നിങ്ങളെല്ലാരും പറയൂ, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? എന്നാലും അമ്മ കഷ്ടമുണ്ട് കേട്ടോ. ആരോടും ഇങ്ങനൊന്നും ചെയ്യരുത് അമ്മ. ചേച്ചി, Don't underestimate anybody, please. നിങ്ങൾക്ക് വേണ്ടി, ചെമ്പകശ്ശേരിയുടെ നന്മയ്ക്ക് വേണ്ടി നന്മകൾ ചെയ്ത് ഇനിയുള്ള കാലം ഞങ്ങൾ ജീവിച്ചോട്ടെ. ഹമേ ജീനെ ദോ, ഹമേ ജീനെ ദോ, ഹമേ ജീനെ ദോ. വിശ്വസിക്കാവോ ഈ കണ്ടതൊക്കെ?
ആ വേറെ വഴിയില്ലല്ലോ മുത്തശ്ശി. സ്വന്തം കുടുംബത്തിന് കാര്യമായി പോയില്ലേ. അന്വേഷിച്ച് കണ്ടുപിടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ അവളും അവനും ബലിയാടായി പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ഈ തറവാടിനൊരു നന്മയുണ്ടാകുന്നെങ്കിൽ ഞാനായിട്ട് എതിർക്കുന്നില്ല. അന്ധവിശ്വാസമോ വിരക്കേടോ എന്തോ ആവട്ടെ, അവർക്ക് കഴിയുന്നത് പോലെയല്ലേ നമ്മളെ സംരക്ഷിക്കാൻ പറ്റൂ. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. എനിക്ക് തന്നോട് വളരെ ഗൗരവമുള്ളൊരു വിഷയം പറയാനുണ്ട്. ചിലപ്പോ ഇനി ഒരിക്കലും പറയാൻ പറ്റിയില്ലെങ്കിലും. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന? ദത്തേട്ടനും താനും തമ്മിൽ അടുപ്പത്തിലാണെന്ന് എനിക്കറിയാം. അയ്യോ ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത കാര്യം അത്. ഇനി വേണമെങ്കിലും ആലോചിക്കാലോ. സുജാത ആലോചിച്ചിട്ടില്ലെങ്കിലും ദത്തേട്ടനെ ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ചുമ്മാ ഇല്ലാവചനം പറയല്ലേ ചേച്ചി. ദത്തൻ സാർ ആ ടൈപ്പൊന്നും അല്ല. എന്റെ ഭർത്താവ് ഒരു മോശം ടൈപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പ്രണയിക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യവും അല്ല. പ്രണയോ? ആർക്ക്? ദത്തേട്ടന് സുജാതയോട്, സുജാതയ്ക്ക് ദത്തേട്ടനോട്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാവണം. എന്താ എന്റെ ദത്തേട്ടൻ സുന്ദരനല്ലേ? വിദ്യാഭ്യാസം ഇല്ലേ? കഴിവില്ലേ? ഏതു പെണ്ണും കൊതിക്കുന്ന എല്ലാ യോഗ്യതകളും ഇല്ലേ? അതൊക്കെ സത്യോ? പിന്നെ എന്താണ് സത്യം അല്ലാത്തത്? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ളതോ? പ്രണയം ഇല്ലെങ്കിൽ പിന്നെ തനിക്കെന്താ അടിക്കടി ദത്തേട്ടനെ കാണാൻ തോന്നുന്നത്? കാര്യത്തിനും അകാര്യത്തിനും എന്തിനാ താൻ അദ്ദേഹത്തെ തേടി വരുന്നത്? ഒരുപാട് കസേരകളുള്ള ഒരു മുറിയില് എന്തിനാ അദ്ദേഹത്തിന്റെ മടിയിൽ തന്നെ കൃത്യമായിട്ട് കയറിയിരിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് സുപ്പീരിയർ ഓഫീസർമാരുള്ളപ്പോ എന്തിനാ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നത്? ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി എന്തിനാ സ്വന്തം ഭർത്താവിനെതിരെ ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്? അപ്പോ താൻ പോലും അറിയാത്ത എന്തൊക്കെയോ കാരണങ്ങൾ തന്റെ മനസ്സിലുണ്ട്. അതിൽ പ്രധാന കാരണം തനിക്ക് ദത്തേട്ടനോടുള്ള രഹസ്യ പ്രണയമാണെന്ന് ഞാൻ പറഞ്ഞ തനിക്ക് നിഷേധിക്കാൻ കഴിയുമോ? എന്തിന് പ്രണയത്തിന്റെ ഈ താങ്ങാനാവാത്ത നോവ് താൻ ആരോരും അറിയാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന? എന്നെ ഭയന്നിട്ടാണെങ്കിൽ അത് വേണ്ട. നിങ്ങളുടെ ബന്ധത്തിന് എനിക്ക് പൂർണ്ണ സമ്മതം. സ്നേഹിക്കുന്നവർ തമ്മിലാ ഒന്നിക്കേണ്ടത്.